എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പിയൊന്നുമല്ല, നമ്മൾ ഹെഡിങ്ങിൽ കണ്ടതുപോലെ തന്നെ ഇത് 1 സ്പൂൺ ചേർത്ത് നമുക്ക് ചപ്പാത്തിക്ക് എങ്ങനെ കുഴയ്ക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇതാണ് അയ്മോദകം. അയ്മോദകം എന്നാണ് നമ്മൾ നാട്ടിൽ അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങാടിക്കടയിലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ അയ്മോദകം. അപ്പോൾ ഇവിടേക്ക് വാങ്ങാൻ കിട്ടുന്നെങ്കിൽ അയ്മോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ലുലുവിലൊക്കെ പോവാണെങ്കിൽ കാണുന്നത് അജ്വൈൻ എന്നാണ്. അജ്വൈൻ ഓർ കരം സീഡ്, CAROM, അല്ലെങ്കിൽ അജ്വൈൻ AJWAIN, അജ്വൈൻ. അങ്ങനെയാണ് നമ്മൾ ഗ്രോസറിയുടെ ആ സൈഡിൽ പോവുകയാണെങ്കിൽ അങ്ങനത്തെ പാക്കറ്റിൽ ഇത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ അയ്മോദകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അയ്മോദകം. അതായത് നമ്മുടെ വയറ്റിലടങ്ങിയിട്ടുള്ള ഗ്യാസൊക്കെ പോകാനും, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിനും, അതിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ശരീരത്തിൽ നിന്ന് വെയിറ്റ് കുറയും ഈ അയ്മോദകം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ അയ്മോദകത്തിന്. മെയിനായിട്ടും നമ്മുടെ വയറ്റിലെ ഗ്യാസ് തടയും എന്നുള്ളത് തന്നെയാണ് അയ്മോദകത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അയ്മോദകം കൊണ്ട് ശരിക്കും അതായത് നമ്മൾ അയ്മോദകം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ഫ്ലാറ്റുലൻസൊക്കെ അവോയ്ഡ് ചെയ്യുകയും, അതുപോലെ തന്നെ നന്നായിട്ടൊരു ഹെൽത്തി ആയിട്ടൊരു ബവൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തി കൂടെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാൻ സാധാരണ ആളുകൾ ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ ഇത് അയ്മോദകം വെള്ളമാക്കി കുടിക്കുക, അങ്ങനെ വെള്ളമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയിലിട്ടൊന്ന് കുഴച്ച് നോക്കിയാലോ. ഭയങ്കര അസാധ്യ ടേസ്റ്റാണ്. അതുമാത്രമല്ല, ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് ഇതെങ്ങനെ കുഴയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചപ്പാത്തിയാണ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള അനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. സാധാരണ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പം പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പല്ല ചേർക്കേണ്ടത്. മറിച്ച് ആദ്യം നമ്മൾ പൊടി ഇടുക, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിനുശേഷം നമ്മുടെ ഈ അജ്വൈൻ, അതായത് അയ്മോദകം, നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ 1 ടീസ്പൂൺ വേണേൽ 1 ടീസ്പൂൺ ഇടാം, 2 ടീസ്പൂൺ വേണേൽ 2 ടീസ്പൂൺ ഇടാം. 1 ടീസ്പൂൺ തന്നെ ഇടുമ്പോൾ തന്നെ ചപ്പാത്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. 2 ടീസ്പൂണാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. അപ്പോൾ ഇതാണ് അയ്മോദകം. ചെറിയ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകത്തിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് കാണുന്നത്, അതുപോലത്തെ ടൈപ്പാണിത്. ഇതാണ് അയ്മോദകം. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു നല്ല മണമാണ് നമ്മുടെ ഈ അയ്മോദകത്തിന്. അപ്പോൾ നമുക്ക് ഈ അയ്മോദകം കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അയ്മോദകം കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിനി കൈ വെച്ച് നന്നായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അതല്ല നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചാലും മതിയായിരിക്കും. ഇതേപോലെ ഇളക്കി നമ്മുടെ ഉപ്പും അയ്മോദകവും നമ്മുടെ പൊടിയിൽ എല്ലാ ഭാഗത്തേക്കും കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാ പൊടിയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉപ്പ്, അപ്പോൾ അയ്മോദകം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഉപ്പ് ഇതേപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അല്ല സാധാരണ പൊടി ഇട്ടിട്ട് അതിനകത്തൊരു വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ഉപ്പ് കിട്ടത്തില്ല. അതല്ലെന്നുള്ള വേദന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കി ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ ഏറ്റവും നല്ലത് ഉപ്പിട്ടിട്ട് പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2 മിനിറ്റോളം നേരമെങ്കിലും ഞാൻ നന്നായിട്ട് ആ പൊടിയൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഉപ്പും അയ്മോദവും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം, ആദ്യം തന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഫുള്ളങ്ങ് ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കി കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. ഇതേപോലെ. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് പുട്ടിനൊക്കെ കുഴക്കത്തില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിലേക്ക് നമുക്കത് ശരിക്കും കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ പണിയാണ് കേട്ടോ ചപ്പാത്തി കുഴയ്ക്കുക എന്നുള്ളത്.
ശരിക്കും നമ്മൾ നല്ല രീതിയിൽ കുഴയ്ക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് കുറേശ്ശെ ഇതേപോലെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിപ്പം ഇതിന് 1 ഗ്ലാസ് വെള്ളമാണ് ആദ്യം എടുത്തിരുന്നത്. കണ്ടില്ലേ, ആ 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഞാൻ 2-3 തവണയായിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ, അതും മുഴുവനായിട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് നമുക്ക് ഒഴിച്ച് നമ്മുടെ ആ പരുവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതേപോലെ എപ്പോഴും ചപ്പാത്തിക്ക് നമ്മൾ ഇങ്ങനെ കുഴയ്ക്കാവൂ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് ആദ്യമേ നമ്മൾ പൊടിയിലേക്ക് ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം കൂടുതലായിരിക്കും, പിന്നെ പൊടിയൊന്നും ശരിക്കും കുഴഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ഒഴിച്ച് പൊടി ഇനിയിപ്പോൾ കുറച്ച് കണ്ടോ ഡ്രൈ പൊടി കണ്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് കുഞ്ഞതായിട്ട് വെള്ളം നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നമുക്കിതുപോലെ ആക്കിയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ 1 ഗ്ലാസ് വെള്ളവും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ സാധാരണ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 1 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കൂടെ വെള്ളം, അത്രയും ഞാനത് ചേർത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കണ്ടില്ലേ, അജ്വൈനൊക്കെ കണ്ടില്ലേ, ആ സൈഡിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഒട്ടും തന്നെ ഡ്രൈ പൊടിയൊന്നും നമ്മുടെ പാത്രത്തിനകത്തില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കൈയുടെ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വേണം നമ്മുടെ ചപ്പാത്തി അകത്തോട്ട് കുഴച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കാൻ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റും. കഴിയുന്നത് ഒരു 5 മിനിറ്റോളം നേരം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി കുഴച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം തന്നെ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് ഇടണം. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്തു. ഒലിവ് ഓയിൽ എന്ത് ഓയിലായാലും മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ചേർക്കാം, ഒലിവ് ഓയിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും ചേർക്കാം. അത് ഇത്തിരി അധികമൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. വീണ്ടും ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ കൈവച്ചൊന്ന് അമർത്തി കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലും ഇല്ല, ഒട്ടും തന്നെ ഡ്രൈ പൊടിയില്ല, പാത്രത്തിലും ഒന്നുമില്ല. നല്ല ക്ലീനായിട്ട് നമ്മുടെ പാത്രവും കിട്ടും, നമ്മുടെ കൈയും നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കാൻ എന്ത് എളുപ്പമാണെന്ന് നോക്ക്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഒന്നുകിൽ നമ്മളൊരു പാത്രം വെച്ച് അടച്ച് വയ്ക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തുണി ജസ്റ്റ് ഒന്ന് നനഞ്ഞ് പിഴിഞ്ഞ് ഒരു വെള്ളത്തുണി ഇതിൻ്റെ പുറത്തേക്കിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റ് നേരം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ ഈ ചപ്പാത്തി. ഇത് വെച്ച് ഈ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ചപ്പാത്തിക്ക് നല്ല മണവും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ചിലവർക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരു ഫീലിംഗ് തോന്നും. അപ്പോൾ ഈ അയ്മോദകം കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ നമുക്കുണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് ഈ അയ്മോദകം കഴിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.